ഓമനെ 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 ഓളെ എന്റെ ഓമനാ ഓളെ. എന്നോട് ക്ഷമിക്കും അമ്മ. തെറ്റ് ചെയ്തപ്പോഴും നല്ലത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ശിക്ഷ ഇത്രയും ക്രൂരമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നീ തെറ്റിലേക്ക് നീങ്ങിയപ്പോൾ നിന്നെ ഉപദേശിക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ വീട് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വഴിക്ക് പോയി. നീ എന്റെ കൂടെ കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം തകരുകയില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. എനിക്കിനി ഈ ഭൂമിയിൽ ആരുണ്ട്? അമ്മാവനാരുമില്ലേ? ഇങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ അമ്മാവന്റെ മോളല്ലേ? പറയൂ, ഞാൻ അമ്മാവന്റെ മോളല്ലേ? അമ്മാവനെ നീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, ഞങ്ങളോട് വരൂ. വരൂ അമ്മാവ. വരൂ അമ്മാവ. അമ്മാവ, ഇന്നു മുതൽ ഇതായിരിക്കും അമ്മാവന്റെ വീട്. ദേവതി, നീ ഹോസ്റ്റലിൽ പോകണ്ട. അമ്മാവനുണ്ടല്ലോ ഇവിടെ. ഗുണ അമ്മാവനോട് എല്ലാ സൗകര്യങ്ങളും മോളി ചെയ്തു കൊടുക്കും. എനിക്കെപ്പോഴും നിങ്ങളിവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും ദേവതിയോട് ചോദിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. നാഗപ്പൻ, നാഗപ്പനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സഹായം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. നാഗപ്പന് സഹായം ചെയ്ത് ശീലമില്ല. സഹായം എന്ന് പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. നാഗപ്പന്റെ പ്രതിഫലം എത്ര തന്നെ ആയാലും അത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഹലോ, വിജയൻ ഹിയർ. രേവതിയുടെ കൂട്ടുകാരിയാണ് സംസാരിക്കുന്നത്. നമ്മൾ കോളേജിൽ നിന്ന് വരുന്ന വഴി 2-3 റൗഡുകൾ ചേർന്ന് രേവതിയെ പിടിച്ചുകൊണ്ട് പോയി. അവരെങ്ങോട്ടാണ് പോയത്? ഫോറസ്റ്റ് ഡിപ്പോയ്ക്ക് അടുത്തുള്ള ഇടിഞ്ഞുപറഞ്ഞ ബംഗ്ലാവിന്റെ നേരെയാണ് അവർ പോയത്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ